ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. ഇതൊരു വില്ല പ്രൊജക്ട് ആണ്. 20ഓളം വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്ടിനകത്തുള്ള ഭംഗിയായ ഒരു വീടാണ്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലും നല്ല സ്ക്വയർ ഫീറ്റിലുമാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എലിവേഷൻ നിങ്ങൾ ഏകദേശം കണ്ടതാണ്. എങ്കിലും നമുക്ക് ഈ വഴിയും ബാക്കിയുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്നും കൂടെ കാണാം. അപ്പോഴേക്ക് നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി നോക്കാം. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു, മെയിൻ റോഡിലേക്ക് വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതായത് ബസ് റൂട്ടിലേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ 13 കിലോമീറ്ററും എടപ്പള്ളി ഭാഗത്തേക്കും 13 കിലോമീറ്റർ തന്നെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് എയർപോർട്ട് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ 17 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. സൗത്ത് വാഴക്കുളത്തേക്ക് നമുക്ക് എളുപ്പത്തിലെത്താം. വെറും 3 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ സൗത്ത് വാഴക്കുളത്തേക്ക് നമുക്ക് എത്താവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം പണി കഴിഞ്ഞ് സെയിലായ ഏകദേശം 18ഓളം വില്ലകൾ ഇതിനകത്തുണ്ട്. ബാക്കിയുള്ള 4-5 വില്ലകളുടെ വർക്ക് അണ്ടർ കൺസ്ട്രക്ഷനിലും ഫിനിഷിംഗ് സ്റ്റേജിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീട് ഏകദേശം നിങ്ങൾ കണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീട് എന്ന് പറയുന്നത് 5.5 സെന്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5.5 സെന്റ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റ്, അത്യാവശ്യം നല്ല വലിയ ഒരു സ്ക്വയർ ഫീറ്റിൽ തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ വില്ലകളിലേക്കുള്ള വഴി നിങ്ങൾ കണ്ടു. പകുതി ഭാഗത്തോളം നമുക്ക് മെയിൻ റോഡിന്റെ കണ്ടിന്യൂഷൻ ടാർ റോഡ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ 5.5 സെന്റിന്റെ കൂടെ കുറച്ചും കൂടെ ലാൻഡ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇതിനോട് ചേർന്ന് ഒരു 4 സെന്റ് ലാൻഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്കൊരു മിതമായ റേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ലാൻഡ് കൂടി വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടെ തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് തരുന്നതാണ്. അപ്പൊ വീട് നമുക്ക് അത്യാവശ്യം ഒരു 2 മെയിൻ റോഡും സൈഡ് റോഡും കൂടെ ഷെയർ ചെയ്യുന്നതായതുകൊണ്ട് വീട് കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ടും ഈ റോഡിലൂടെ പോകുന്നവർക്കൊക്കെ കാണാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു, വളരെ ഭംഗിയായിട്ടാണ്. കുറച്ച് ബ്രിക്ക് ഡിസൈനുകൾ വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ പെയിന്റ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിലും ആ ഒരു ബ്രിക്ക് ഡിസൈൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. ഇടയ്ക്ക് കാണുന്ന പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലെല്ലാം ഒരു ഗ്രേ കളർ പെയിന്റ് കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് GA പൈപ്പ് കൊണ്ട് കുറച്ച് വർക്കുകളും കൂടെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. സോളാറിന്റെ ഒരു വലിയ ലൈറ്റ് നമുക്ക് മെയിൻ ഗേറ്റിൽ തന്നെ മതിലിൽ തന്നെ വെച്ചിരിക്കുന്നത് കാണാം. ഗേറ്റിന് നമുക്ക് ഏകദേശം 3 പില്ലറുകൾ കിട്ടുന്നുണ്ട്. 3 പില്ലറുകളിലും വന്നിട്ട് ഭംഗിയുള്ള ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ മതിലിന്റെ ബ്രിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നിടത്ത് സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എലിവേഷനെ കുറിച്ച് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് വീടിനകത്തേക്കുള്ള ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, അവിടെ ഭംഗിയായിട്ട് കുറച്ച് ഉരുളൻ കല്ലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നെറ്റിട്ട് കവർ ചെയ്തിട്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കവേർഡ് കാർ പോർച്ചിലാണ്. നമുക്ക് ഇതിനകത്ത് ഒരു വലിയ വാഹനം, ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ ബാക്കിയുള്ള ഏരിയ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് 2 കാറുകൾക്കും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടൽ 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഫ്രണ്ട് പോർഷനും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം, ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ഓൾറെഡി പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ കാണാം. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഇടയിലൂടെ വാട്ടർ ഫോൾ ചെയ്ത് വരുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ടിട്ട് അവിടെയൊക്കെ ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് വച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഇടയിൽ തന്നെ നല്ല ഉരുളൻ കല്ലുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയുള്ള ലീഫി പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെ ഏകദേശം ഈ സ്റ്റോൺസിന്റെ ഏരിയ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ വലിയ കല്ലുകളാണ്, പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൂടെ നമുക്ക് ഫുഡ് സ്റ്റെപ്സ് വെക്കാനായിട്ട് ഇതുപോലെ വലിയ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്.
അപ്പൊ കിച്ചന്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കിണർ കിട്ടുന്നുണ്ട്. ഇവിടെ വെള്ളത്തിന് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് കിണറുണ്ട്, അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെ കറങ്ങി നമ്മൾ വീണ്ടും ഈ ഓപ്പോസിറ്റ് സൈഡിലൂടെ, അത് വീട്ടിലേക്കുള്ള എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കറങ്ങി തിരിച്ച് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഭംഗിയായിട്ട് ഇതുപോലെ സ്റ്റോൺസും കല്ലുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള വിട്ട് കൂടി ഇട്ടിട്ടാണ് ഇതിന്റെ 2 സൈഡും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒരു ഏരിയയിൽ നമുക്ക് 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ കവേർഡ് ആയിട്ടുള്ള മെയിൻ കാർ പോർഷൻ നോക്കുവാണെങ്കിൽ കാണാം, അതിന്റെ മുകളിലൊക്കെ ഭംഗിയായിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്സും സ്പോട്ട് ലൈറ്റുകളും വലിയ LED ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീടിന്റെ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും കാണാം, ഇവിടെയും നിറയെ ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കയറി നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഒരു 4 ചെയറുകൾ വരെ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു വിൻഡോ കാണാം. മുകളിലേക്ക് അതിങ്ങനെ വലിയ ഒറ്റ സ്റ്റിച്ചിൽ പോരിക്കുന്ന ഒരു വിൻഡോ ആണ്. അപ്പൊ ആ ഗ്ലാസിന്റെ വിൻഡോ കൂടെ നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ കുറച്ചും കൂടെയൊക്കെ മനോഹാരിത കൂട്ടുന്നതാണെന്ന് തന്നെ പറയാം. അതുപോലെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഏറ്റവും ടോപ്പിലാണെങ്കിലും ഗ്ലാസ് ഇട്ടിട്ട് അതിനിടയിലൂടെ നമുക്ക് നല്ല രീതിയിൽ ആ മുകളിലിട്ടിരിക്കുന്ന ലൈറ്റിന്റെ ഭംഗികളും പോർച്ചിന്റെ ആ കവേർഡ് ആയിട്ടുള്ള റൂഫിന്റെ ഭംഗികളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനും കൂടി പറ്റുന്നുണ്ട്. ഇതിന്റെയൊക്കെ മുകൾ ഭാഗത്ത്, സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണാം, സ്പോട്ട് ലൈറ്റുകൾ നിറയെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻ ഡോർ ആണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. 2 പീസ് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഡോർ വരുന്നത്. പടിഞ്ഞാറോട്ടാണ് വീടിന്റെ, നമ്മുടെ ഈ ഒരു ഡോറിന്റെ ദർശനം വരുന്നത്. വീടിന്റെ ഒരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ നോക്കിയാൽ കാണാം, ഓഫ് വൈറ്റിലെ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ആയിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഫ്രഞ്ച് മോഡൽ വിൻഡോ ആണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറുത് ഓപ്പൺ ചെയ്യണമെങ്കിലും വലുത് ഓപ്പൺ ചെയ്യണമെങ്കിലും ഓരോ സെപ്പറേഷൻ കൊടുത്തിട്ടാണ് ഓരോ വിൻഡോസും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് റൂഫിലേക്ക് നോക്കിയാൽ കാണാം, ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നമുക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആണ്. വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റും അവിടെ ഇട്ടിട്ടുണ്ട്. TV വെക്കാനുള്ള സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. നല്ല വുഡൻ കളറും അതുപോലെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ആ ഒരു PVC കോട്ടിംഗ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV വെച്ചിരിക്കുന്ന വോൾ നോക്കിയാൽ കാണാം, വളരെ ഭംഗിയുള്ള ഒരു നല്ലൊരു ഷെയ്ഡുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ആ വാൾപേപ്പർ ചെയ്തിരിക്കുന്നത് ആ ഒരു വോളിന്റെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാം, റൗണ്ട് ആയിട്ട് ഒരു വലിയ ഓപ്പണിംഗ് കൊടുത്ത് ടഫിന്റെ ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണത്. അപ്പൊ ലിവിംഗ് സ്പേസ് കണ്ടു, വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അവിടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ഭാഗം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കിയാലും കാണാം, വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലുള്ള വിൻഡോസ് ആണ് ഇവിടെ ഈ ലിവിംഗ് സ്പേസിന്റെ മുകളിലും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ ധാരാളം ഓപ്പണിംഗ് വരുന്നുണ്ട്, വിൻഡോസ് ഉണ്ട്. അതുകൂടാതെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്ന വിൻഡോസും നമുക്ക് കാണാം. നല്ല രീതിയിൽ സൺലൈറ്റ് വീടിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോഴേ വിസിബിൾ ആണ്. ഇതെല്ലാം തന്നെ ആ ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈൽ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം, വളരെ ഭംഗിയായിട്ടാണ് ആ ഏരിയ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു വുഡൻ പാനലിംഗ് വരുന്ന രീതിയിലുള്ള ഒരു ഔട്ടർ പോർഷൻ ഒക്കെ കൊടുത്തിട്ട് അതിനുള്ളിൽ പെബിൾസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിൽ നിന്ന സമയത്ത് നമ്മൾ കണ്ട ആ ഒരു ഓപ്പണിംഗ് ആണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്. അതും താഴെ നിന്ന് മുകളിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കൊടുത്തിരിക്കുന്ന 2 വിൻഡോസ് ആയിട്ടാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അതിലൂടെയൊക്കെ നല്ല രീതിയിൽ സൺലൈറ്റ് നമുക്ക് വീടിനകത്തേക്ക് വരാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വർക്കുകൾ ഇതുപോലെ കിട്ടുന്നുണ്ട്. വുഡൻ വർക്കുകളൊക്കെ തന്നെയാണ്, ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ ഒരു 15 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ്ങിൽ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടും കൂടി നമുക്കൊരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഇൻവെർട്ടേഴ്സോ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിൽ താഴെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മരങ്ങൾ, അതായത് നമുക്ക് മെയിൻ ഡോറ്, അതുപോലെ നമ്മുടെ ഈ ഒരു ഹാൻഡ് റെയിൽസ്, മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഡോറുകളും നോക്കുവാണെങ്കിൽ കട്ടില വന്നിട്ട് ആഞ്ഞിലിയുടെയും ഡോറുകൾ വന്നിട്ട് മഹാഗണിയുടെ ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ കേബിളുകൾ, സ്വിച്ചസ് ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GM-ന്റെ ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. GM-ലും വി ഗാർഡിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ടൈലുകൾ പറഞ്ഞു, നമ്മൾ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ്, സൊമാനിയുടെയാണ് ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ബെഡ്റൂമിന്റെ ഡോറിന്റെ ഒരു പാറ്റേൺ നോക്കിയാൽ കാണാം, വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12x12 സൈസിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരുപാട് സൗകര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിലിടാം നമുക്ക്. അത് കൂടാതെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ നമുക്ക് വാർഡ്രോബ് ഇവിടെ സെപ്പറേറ്റ് ഉണ്ട്. അതുകൂടാതെ റീഡിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് നമുക്ക് ഒരു ടേബിളും അതിന്റെ താഴെയൊക്കെ ആയിട്ട് കബോർഡ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്താണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഔട്ടർ ഫ്രെയിമിനകത്ത് ഒരു ഗ്രേ കളറിൽ ഗ്ലോസി ടൈപ്പ് മെറ്റീരിയൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും കാണാൻ പറ്റുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിലൊക്കെ ആണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം നല്ല 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 വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. ബാത്റൂമിന്റെ ഡോറിന്റെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് ഒരാൾക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന ആ ഒരു സ്പേസ് ആണ് നമുക്ക് ബാത്റൂമിനകത്ത് കിട്ടുന്നത്. ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ കാണാം, ഗ്രേ കളറിനകത്ത് ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴത്തെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. വീണ്ടും നമ്മൾ തിരിച്ചു ചെല്ലുന്നത് ഇവിടുത്തെ ആ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ ഞാൻ പറഞ്ഞു നമുക്കൊരു 15 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് തന്നെയാണ്. 15-ൽ കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ ലെങ്ത് ആയി. ഇവിടേക്ക് വരുമ്പോൾ നല്ല വിട്ടുകൊണ്ട് ആ ഭാഗത്തൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കിയാലും കാണാം നല്ല രീതിയിൽ തന്നെ റൂഫിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഓപ്പണിംഗ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വിൻഡോസ് പുറത്തേക്ക് കവർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് വുഡൻ കവറിംഗ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു സെറയുടെ ഒക്കെ ആയിട്ടാണ് വാഷ് ബേസിനുകൾ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ബാക്ക് സൈഡ് നോക്കിയാൽ കാണാൻ നല്ലൊരു ലീഫി ഡിസൈൻ വരുന്ന വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അതിന് സ്യൂട്ട് ആവുന്ന ഒരു പ്ലാന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ഭാഗത്ത് നമുക്ക് കബോർഡ് ഫെസിലിറ്റികളാണ് കിട്ടുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് നോക്കിയാൽ കാണാൻ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. മുകൾ ഭാഗത്ത് നിന്ന് സൺലൈറ്റ് ഡയറക്റ്റ് വീടിനകത്തേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആക്കിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം കണ്ടു. നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെയിം മോഡലൊക്കെ തന്നെയാണ് ഡോറുകളുടെ പാറ്റേൺ ഒക്കെ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലിയ സൈസ് ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 15x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും ധാരാളം വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫിൽ നോക്കിയാൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ, പക്ഷെ എലഗന്റ് ആയ രീതിയിലാണ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഏകദേശം ആ ഒരു വോളിന്റെ 3/4 ഏരിയയും വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട സെയിം മെറ്റീരിയലും അതേ കളറൊക്കെ തന്നെയാണ് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു വലിയ മിറർ ഫെസിലിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ബാത്റൂം നോക്കുവാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ലൊരു വലിയ ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ഗ്രേ ഷെയ്ഡ് തന്നെയാണ് ഇവിടുത്തെ ടൈലുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് വോളിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഗ്ലോസി ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ വന്നിട്ടാണെങ്കിൽ ഗ്രിപ്പുള്ള ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ താഴത്തെ 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് എല്ലാം തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളറിലുള്ള ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് അവിടെ കാണുന്നത് നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് ആണ്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ ഒരു 3 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്.
കിച്ചന്റെ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറാണ് വന്നിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് PVC കോട്ടിങ്ങോട് കൂടിയിട്ട് ഗ്ലോസി ടൈപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിലൊക്കെ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെയും വിൻഡോസ് കൊടുത്ത് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. താഴെ നമുക്ക് 3 വിൻഡോസും ആയിട്ടാണ് കിട്ടുന്നത്. ഓൾറെഡി തന്നെ നമുക്ക് ഇവിടെ പ്യൂർ ഫ്ലെയിംസിന്റെ ഒരു ചിമ്മിണിയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഭംഗിയായിട്ട് കുറച്ച് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയൊക്കെ ആയിട്ട് ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. ഫസ്റ്റ് കിച്ചൺ കൂടാതെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് സെയിം സെക്കൻഡ് കിച്ചണും ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളറിലാണ്. നമുക്ക് അവിടെ കാണുന്ന ക്യാബിനറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ഗ്രേ കളറിലുമാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്സ് എല്ലാം തന്നെ അവിടെ വുഡൻ ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഹാൻഡ് റൈൽസിന്റെ ടോപ്പ് പോർഷൻ എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആക്കിയിരിക്കുന്നത്. നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു ഓപ്പണിങ്ങിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ വരെയും വരുന്നത്. നല്ല രീതിയിൽ നമുക്ക് ലൈറ്റ് അകത്തേക്ക് കടക്കാനായിട്ട് ഇങ്ങനെയുള്ള വിൻഡോസ് ഹെൽപ്ഫുൾ ആണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മുകളിലൊരു ഹാങ്ങിങ് ലൈറ്റ് കാണാം. കുറച്ചും കൂടെ അടുത്തത് വിസിബിൾ ആണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ സ്റ്റെപ്പ് കയറി വരുന്നത് ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ്. ആ ഹാളിന്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഈ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെ നല്ല രീതിയിൽ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്, പക്ഷെ നമുക്ക് അത്യാവശ്യത്തിന് മാത്രമുള്ള വർക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം മുകളിലേക്കുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലുള്ള ആ ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഭാഗത്തിന് ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാലും കാണാം ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് താഴെയുള്ള നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു പോർഷൻ ആണ്. അവിടെ ഹാങ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്തേക്ക് വിസിബിൾ ആണ്. അതുകൂടാതെ മുകൾ ഭാഗത്തുള്ള വിൻഡോസും വർക്കുകളും എല്ലാം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലേക്ക് പോകാനുള്ള ആ ഒരു ഡോറ് വരുന്നത്. അപ്പോൾ ബാൽക്കണി നമുക്ക് ലാസ്റ്റ് കാണാം. ഈ ഒരു ഭാഗത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ആദ്യം കവർ ചെയ്തിട്ട് വരാം. സ്റ്റെപ്പ് കയറി നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ വന്നത്. ഇവിടെ ഒരു വലിയ ഹാള് കിട്ടുന്നുണ്ട്. അതുകൂടാതെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് TV ഒക്കെ ഇരുന്ന് കാണാനായിട്ട് ഓൾറെഡി തന്നെ ഇവിടെ ഒരു ഇൻബിൽറ്റ് ആയിട്ടൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കുഷൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അതിന്റെ താഴെയൊക്കെ ആണെങ്കിലും സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് മുകളിൽ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് TV യൂണിറ്റിന്റെ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൂടാതെ വുഡൻ പാനലിങ്ങുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയായുള്ള കളർ കോമ്പിനേഷനുകളിലൊക്കെയാണ് അവിടുത്തെ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന കബോർഡ്സും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തും കുറച്ചൊരു ഓപ്പണിംഗ് പോലെ കാണാം. ഇത് നമ്മളുടെ വാഷ് ഏരിയയുടെ ആ ഒരു ഭാഗമാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് വാഷ് ഏരിയ ഞാൻ പറഞ്ഞിരുന്നു ഒറ്റ സ്ട്രെച്ചിലാണ് മുകളിലേക്ക് വാർത്തു പോന്നിരിക്കുന്നത്. അതിന്റെ ആ ഒരു വാൾപേപ്പറും ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. മുകളിൽ ഓൾറെഡി പറഞ്ഞിരുന്നു പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. നമുക്കിനി മുകളിലും 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ബെഡ്റൂംസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന്റെ ഒക്കെ പാറ്റേൺ സെയിം ആണ്. ഞാൻ അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 15-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിൻഡോസ് കാണാം. ഈ വിൻഡോസിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പുറത്തെ ആ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്കും ഡ്രസ്സിംഗ് ടേബിളുകൾക്കും വേണ്ടി മാത്രമാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വോള് ഫുള്ളായിട്ട് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് നമുക്ക് 3 വിൻഡോസ് കൂടി അവിടെ കിട്ടുന്നുണ്ട്. വിൻഡോസിന്റെ ഫ്രണ്ടിലുള്ള ഭാഗം നോക്കിയാൽ കാണാം ഇവിടെയും നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ് ആ ഫെസിലിറ്റി അവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം എല്ലാ സൈഡുകളിലും നല്ല ഭംഗിയുള്ള വുഡൻ പോലെ തോന്നിക്കുന്ന വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിലേക്കുള്ള ആ ഒരു ടൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രേ കളർ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. പക്ഷെ നല്ല സൈസ് ആയിട്ട് തന്നെയാണ് ആ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ വലുപ്പം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതിനെ നേരെ ഫേസ് ചെയ്താണ് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത്. അതിന്റെയും ഡോറിന്റെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് വാർഡ്രോബ് ആണ് കാണാൻ പറ്റുന്നത്. അതിനിടയിലായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റികളാണ് നമുക്ക് വാർഡ്രോബിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ കൂടെ അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മൾ താഴെ നിന്നപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞിരുന്നതാണ് ഈ ഒരു ഓപ്പണിങ്ങിന്റെ കാര്യം. വളരെ ഭംഗിയായിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് കവർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലൂടെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഏരിയ, നമ്മളിപ്പോൾ ഈ ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ലിവിംഗ് സ്പേസിൽ ആരെങ്കിലും വന്ന് നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു വിൻഡോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ താഴെ കണ്ടതുപോലെ ഒരു ചെറിയ സ്പേസ് ആണ് ബാത്റൂമിനകത്ത് കിട്ടുന്നത്. ആ ടൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോസി ടൈപ്പ് വരുന്ന ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയാണ് നമുക്കിനി കാണാനുള്ളത്. ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചുപെടുത്തിയ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ആ ഒരു ബെഡ്റൂമിന്റെ തൊട്ടടുത്ത് വരുന്ന ഡോറാണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരു യൂട്ടിലിറ്റി എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റില്ല, ഒരു റൂം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് നല്ല സേഫ് ആയിട്ടുള്ള ഡോറും വിൻഡോസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രമാണ് ചെറിയൊരു ഗ്രില്ല് പോലത്തെ ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. അതിനടുത്ത് തന്നെയായിട്ട് നമുക്ക് പൈപ്പ് വരുന്നുണ്ട്, വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് ആണ് ഓപ്പണിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എന്തെങ്കിലും ഡ്രസ്സുകളോ സാധനങ്ങളോ ഒക്കെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ ഒരു കബോർഡ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന് 5 ബെഡ്റൂമിന്റെ വീടാണെന്ന് പറയാം. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം എല്ലാ റൂമുകളിലെയും പോലെ തന്നെ നല്ല രീതിയിലാണ് വർക്കുകളൊക്കെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഒരു ഡോർ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അത് മുകളിലേക്കുള്ള ടെറസിലേക്കുള്ള എൻട്രൻസ് ആണ്. പക്ഷെ നമ്മുടെ ഈ സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് തന്നെ കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് ബാൽക്കണി സ്പേസ്. ഡോർ വന്നിട്ട് ഈ ഒരു ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേസ് ഉള്ളൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബാൽക്കണിയുടെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം അത് കവർ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ PVC-യുടെ ഒരു വുഡൻ ഫിനിഷോട് കൂടിയുള്ള PVC കോട്ടിംഗ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ബാൽക്കണിയുടെ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്താണ് ഈ ഒരു ഏരിയ പോകുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഇതിന്റെ ഉൾഭാഗം വരുന്നതെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു വലിയ ടെറസിന്റെ സ്പേസ് കിട്ടുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ടാണ്. ഇതിനകത്തൊരു ഡോറ് കാണിച്ചിരുന്നു, വിൻഡോ കാണിച്ചിരുന്നു, അതുവഴി നമുക്ക് ഇറങ്ങാവുന്നതാണ്. സൺലൈറ്റ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിലാണ്. ഇവിടുന്ന് നമുക്ക് എളുപ്പത്തിൽ എല്ലായിടത്തേക്ക് എത്തപ്പെടാം. വാഴക്കുളത്തേക്ക് പോകണം, സൗത്ത് വാഴക്കുളത്തേക്ക് പോകണമെങ്കിൽ വെറും 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് നമുക്ക് 500 മീറ്ററിൽ താഴെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. 20ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഒരുപാട് ലാൻഡ് വേണമെന്നുള്ളവർക്കും സ്ക്വയർ ഫീറ്റ് വേണമെന്നുള്ളവർക്കും എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണിത്. ഇതിന് ടോട്ടൽ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5.5 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2600 ആണ്. 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 BHK ആണ്. 4 ബെഡ്റൂമുകളാണ് ഇതിനുള്ളത്. ഇതിനകത്ത് നമുക്ക് 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വെള്ളത്തിനുള്ള ഫെസിലിറ്റി നോക്കുവാണെങ്കിൽ കിണറുണ്ട്. അത് കൂടാതെ നമുക്ക് KWയുടെ വാട്ടറും കൂടിയാണ് ഇവിടെ ഉള്ളത്. ബസ് റൂട്ടിനോട് ഇത്രയും അടുത്ത് നല്ലൊരു നൈബർഹുഡ് കിട്ടുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന വീട് ഉദ്ദേശിക്കുന്ന റേറ്റ് 99 ലക്ഷം രൂപയാണ്. 99 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീടിനോട് അറ്റാച്ച് ചെയ്തൊരു 4 സെന്റ് സ്ഥലം കൂടെ മാർബിൾ ഹോംസിലൂടെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ ലാൻഡ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു 4 സെന്റ് സ്ഥലവും കൂടെ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതുകൂടി എടുത്ത് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എക്സ്ട്രാ കാർ പാർക്കിങ്ങിനും ഒക്കെ ആ സ്പേസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെയും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മാർബിൾ ഹോംസിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീട് ലോൺ ഫെസിലിറ്റിയിൽ സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇത്ര ഭംഗിയുള്ള നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടും. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.